ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഇതുപോലെയുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാനിവിടെ കുറച്ച് സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇമേജുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം നമുക്ക് ഈ സ്ലൈഡുകളുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആഡ് ചെയ്യാം. അതിനായി ഇമേജ് കട്ട് ചെയ്തതിന് ശേഷം വൈറ്റ് സ്പേസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് പിക്ചർ ഓഫ് ടെക്സ്ചർ ഫിൽ സെലക്ട് ചെയ്ത് ഫ്രം ക്ലിപ്പ് ബോർഡിൽ നിന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇതുപോലെ തന്നെ എല്ലാ സ്ലൈഡുകൾക്കും നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എല്ലാ സ്ലൈഡിലും ഒരു റെക്റ്റാങ്കിൾ വരച്ച് അതിനൊരു ഗ്രേഡിയന്റ് ഫിൽ നൽകാം. ഈ സ്ലൈഡ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിലാണ് റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. റെക്റ്റാങ്കിളിന്റെ ഷേപ്പ് ഔട്ട്ലൈൻ നോ ഔട്ട്ലൈൻ സെലക്ട് ചെയ്യുന്നു. ഷേപ്പ് ഫിൽ ഗ്രേഡിയന്റ് സെലക്ട് ചെയ്യുന്നു. നമുക്ക് ഇടതും വലതുമായി രണ്ട് സ്റ്റോപ്പുകൾ മാത്രം നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്യാം. ഇവിടെ നിന്നും ഡയറക്ഷൻ നമുക്ക് ലീനിയർ റൈറ്റ് സെലക്ട് ചെയ്യാം. ഈ റൈറ്റിലെ സ്റ്റോപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം കളർ നമുക്ക് ബ്ലാക്ക് സെലക്ട് ചെയ്ത് ട്രാൻസ്പെറൻസി 100% നൽകുന്നു. ഇടത്തെ സ്റ്റോപ്പ് സെലക്ട് ചെയ്ത് കളർ ബ്ലാക്ക് തന്നെ നൽകാം. ഇനി ഈ റെക്റ്റാങ്കിൾ കോപ്പി ചെയ്ത് എല്ലാ സ്ലൈഡിലേക്കും ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ആഡ് ചെയ്ത ഈ എല്ലാ ഫോട്ടോകളും നമുക്കൊരു ഐക്കൺ പോലെ ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം. അതിനായി ഞാൻ ഈ ആദ്യത്തെ സ്ലൈഡിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് എല്ലാം ഒന്ന് ആഡ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഇവിടെ എല്ലാ ഫോട്ടോസും ഈ സ്ലൈഡിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ ഫോട്ടോയായി സെലക്ട് ചെയ്ത് പിക്ചർ ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും ക്രോപ്പ് സെലക്ട് ചെയ്ത് ആസ്പെക്ട് റേഷ്യോ 1:1 സെലക്ട് ചെയ്യുകയാണ്. വീണ്ടും ഒരു വട്ടം കൂടി ക്രോപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ ഫോട്ടോസും ഞാൻ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഫോട്ടോസിനെല്ലാം ഒരു സർക്കിളായി ഒന്നുകൂടി ക്രോപ്പ് ചെയ്തെടുക്കാം. വീണ്ടും ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം പിക്ചർ ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും ക്രോപ്പ് സെലക്ട് ചെയ്ത് ക്രോപ്പ് ടു ഷേപ്പ് എന്ന് സെലക്ട് ചെയ്ത് ഈ ഓവൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതുതന്നെ എല്ലാ ഫോട്ടോസിനും കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ എല്ലാ ഫോട്ടോസും ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഫോർമാറ്റ് പിക്ചർ എന്നുള്ള ഗ്രൂപ്പിലെ സൈസ് ആൻഡ് പ്രോപ്പർട്ടീസ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സൈസ് സെലക്ട് ചെയ്ത് ഹൈറ്റ് 2.5 സെൻറ്റിമീറ്റർ തന്നു. നമ്മൾ ആദ്യം അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ 1:1 നൽകിയതുകൊണ്ട് വിഡ്ത്തും 2.5 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. ഇനി ഇവയെല്ലാം നമുക്കൊന്ന് ഒരേ ലൈനിൽ അറേഞ്ച് ചെയ്യാം. ഞാനിവിടെ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്ത അതേ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇവയെല്ലാം കോപ്പി ചെയ്ത് നമ്മുടെ ഈ സ്ലൈഡിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. ഇനി ഈ ഐക്കണുകളെ ഞാൻ വെർട്ടിക്കലായി ഇതുപോലെ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അതിനുശേഷം അവയെ മൂവ് ചെയ്തുകൊണ്ട് ഈ ഒരു രീതിയിൽ കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ഈ ആദ്യത്തെ ഐക്കൺ സെലക്ട് ചെയ്ത് അതിൻ്റെ സൈസ് ഇവിടെ 5 സെൻറ്റിമീറ്റർ സെലക്ട് ചെയ്യുന്നു. വീണ്ടും ആദ്യത്തെ രീതിയിൽ അവയൊന്ന് അറേഞ്ച് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇതിനൊരു ഇൻസൈഡ് ഷാഡോ കൂടി ഞാനിവിടെ നൽകുന്നു. ബ്ലർ 15 പോയിന്റ് സെലക്ട് ചെയ്യുന്നു. ഇതുപോലെ തന്നെ മറ്റ് സ്ലൈഡുകളിലേക്കും ആ സ്ലൈഡിന് അനുയോജ്യമായ ഐക്കൺ സെലക്ട് ചെയ്ത് ഈ ഒരു രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഓരോ സ്ലൈഡിലേക്കും ആവശ്യമായിട്ടുള്ള ഐക്കണുകൾ വലുതാക്കി നൽകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം പഴയ പവർ പോയിന്റിൽ നിന്നും കോപ്പി ചെയ്ത് ഇവിടെ ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അതിന് ചുറ്റും ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്ത് അതിനെ കുറച്ചുകൂടി വിസിബിൾ ആകുന്ന രീതിയിലാണ് ഞാൻ നൽകിയിരിക്കുന്നത്. ഓരോ സ്ലൈഡിലേക്കും ആവശ്യമായിട്ടുള്ള
ടെക്സ്റ്റ് ബോക്സ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന് തൊട്ട് മുമ്പുള്ള സ്ലൈഡിലേക്കും അതേ ടെക്സ്റ്റ് ബോക്സ് ഞാൻ കോപ്പി ചെയ്ത് നൽകിയിട്ടുണ്ട്. ഈ ടെക്സ്റ്റിന് ചുറ്റും ഇതുപോലെയുള്ള ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇതിന് തൊട്ട് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ അതിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. റൗണ്ടഡ് കോർണേഴ്സ് ഉള്ള റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് ഇവിടെ റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും 12 സെൻറ്റിമീറ്റർ സെലക്ട് ചെയ്യുന്നു. ഷേപ്പ് ഔട്ട്ലൈൻ നോ ഔട്ട്ലൈൻ സെലക്ട് ചെയ്യുന്നു. ഷേപ്പ് ഫിൽ ഞാൻ സ്ലൈഡ് ബാക്ക്ഗ്രൗണ്ട് ഫില്ലാണ് സെലക്ട് ചെയ്യുന്നത്. ഒരു ഔട്ട്സൈഡ് ഷാഡോ കൂടി നൽകുകയാണ്. ഓഫ്സെറ്റ് സെൻറ്റർ ബ്ലർ 15 പോയിന്റ് നൽകി. ഇനി ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് ഷേപ്പ് ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും റൊട്ടേറ്റ് സെലക്ട് ചെയ്ത് മോർ റൊട്ടേഷൻ ഓപ്ഷൻസ് നൽകി ഞാൻ ഇവിടെ റൊട്ടേഷൻ ആംഗിൾ 45 ഡിഗ്രി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ റെക്റ്റാങ്കിളിനെ ഒന്ന് മൂവ് ചെയ്ത് ഈ ഒരു രീതിയിൽ പ്ലേസ് ചെയ്യുന്നു. അതോടൊപ്പം അതിൻ്റെ 2 കോപ്പി കൂടി ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെയുള്ള ഒരു പാറ്റേൺ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഈ 3 റെക്റ്റാങ്കിളും ഞാൻ ഇവിടെ നിന്നും കോപ്പി ചെയ്തതിന് ശേഷം അടുത്ത സ്ലൈഡിൽ പേസ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഷേപ്പ് ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും റൊട്ടേറ്റ് സെലക്ട് ചെയ്ത് റൊട്ടേറ്റ് റൈറ്റ് 90 ഡിഗ്രി എന്ന് സെലക്ട് ചെയ്യുന്നു. വീണ്ടും ഞാൻ ഈ രണ്ടാമത്തെ സ്ലൈഡിൽ നിന്നും ഈ 3 റെക്റ്റാങ്കിളും കോപ്പി ചെയ്ത് അടുത്ത സ്ലൈഡിൽ പേസ്റ്റ് ചെയ്ത് ഇവിടെ തൊട്ട് മുമ്പത്തെ പൊസിഷനിൽ നിന്നും 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. ഇതേ പ്രൊസീജിയർ തന്നെ മറ്റു സ്ലൈഡുകളിലേക്കും കണ്ടിന്യൂ ചെയ്യും. ഈ ഷേപ്പുകൾ കോപ്പി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അതിന് തൊട്ട് മുൻപുള്ള സ്ലൈഡിൽ നിന്നും കോപ്പി ചെയ്തതിന് ശേഷം 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ആദ്യത്തെ സ്ലൈഡ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ശേഷം എല്ലാ സ്ലൈഡുകളും സെലക്ട് ചെയ്ത് ഇതിനാവശ്യമായിട്ടുള്ള മോർഫ് ട്രാൻസിഷൻ അപ്ലൈ ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ സ്ലൈഡുകൾ വളരെ മനോഹരമായി ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ട്രാൻസിഷനായി വരുന്നത്. സോ അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.